അറേബ്യൻ പഴമായ ഷമാം എടപ്പാളിലും നൂറുമേനി വിളഞ്ഞു. എടപ്പാളിൽ ആദ്യമായാണ് ഷമാം പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തത്. കേരളത്തിൽ നേരത്തെ കൃഷി ചെയ്തു വിജയിച്ച ഷമാം ആദ്യമായാണ് എടപ്പാൾ മേഖലയിൽ കൃഷി ചെയ്തതും നൂറുമേനി വിളഞ്ഞതും. എടപ്പാളിലെ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ മുസ്തഫ നടുക്കാട്ടിലാണ് തന്റെ കൃഷിയിടത്തിൽ ഷമാം പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് വിജയം കൈവരിച്ചത്. കേരളത്തിൽ നേരത്തെ ഷമാം കൃഷി വിജയകരമായി പൂർത്തിയാക്കിയവരുണ്ടെങ്കിലും എടപ്പാൾ മേഖലയിൽ ആദ്യമായാണ് ഈ അറേബ്യൻ പഴം കൃഷി ചെയ്തത്. ഷമാമിൻ്റെ ഹൈബ്രിഡ് ഇനമായ സോളാർ 99 എന്ന വിത്തിനം ഉപയോഗിച്ചാണ് മുസ്തഫ തൻ്റെ പുതിയ പരീക്ഷണം നടത്തി വിജയിച്ചത്. യുവ കർഷകനായ മുസ്തഫ കൃഷിവകുപ്പിൻ്റെ നിർദ്ദേശവും പ്രോത്സാഹനവും ഉൾക്കൊണ്ടുകൊണ്ട് ആധുനിക കൃഷിരീതികൾ ഉപയോഗിച്ചാണ് ഷമാം കൃഷി ചെയ്തത്. ഈ വിജയം ഒരു പ്രചോദനമാണെന്നും കൂടുതൽ സ്ഥലത്ത് കൃഷി വ്യാപിപ്പിക്കുമെന്നും മുസ്തഫ പറഞ്ഞു. വിളവെടുപ്പ് ഉത്സവം തവനൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വിജേഷ് PV ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് യങ് ആയിട്ടുള്ള ആൾക്കാർ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം. കാരണം അവര് ഇതിലൊരു പ്രചോദനമായി കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ യുവാക്കള് ഒരുപാട് പേരുണ്ട്. യുവാക്കൾ വെറുതെ നടക്കുന്നവരും മറ്റു പല പ്രവർത്തന മേഖലകളിലേക്ക് പോകുന്നവരും അവരൊക്കെ ഇതിലേക്ക് അടുപ്പിക്കാമെന്നുള്ളതാണ് വലിയൊരു ഉദാഹരണമാണ്. അതിനൊരു മാതൃകയാവട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രത്യേക അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ ഇതിന്റെ വേറെ ആൾക്കാർ കൃഷി ചെയ്യുന്നുണ്ട് തോന്നുന്നു. ഒരു ഷമാമിന് ചുരുങ്ങിയത് 3 കിലോ തൂക്കമുണ്ടാകും. കിലോയ്ക്ക് 40 രൂപ നിരക്കിലാണ് വിൽപ്പന നടത്തുന്നത്. കെമിക്കൽ എഞ്ചിനീയറിംഗിൽ M.Tech ബിരുദധാരിയാണ് മുസ്തഫ നടുക്കാട്ടിൽ. എടപ്പാൾ കൃഷി ഓഫീസർ സുരേന്ദ്രൻ MP, കർഷകരായ അബൂബക്കർ നടുക്കാട്ടിൽ, ജനാർദ്ദനൻ, നസിയ നാസർ, അബ്ദുസലാം മാടക്കാട്ടയിൽ, ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ.